ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബി എ ഹിന്ദി മേഡീസി. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് രത്നാകമൽ നാടകത്തിൻ്റെ സമീക്ഷയാണ്. അത് എസ്ഐക്കൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അത് എഴുതുമ്പോൾ ആദ്യമേ റൈറ്റ് സൈഡിൽ ആലോചന, താഴെ വിവേചന, അതിന് താഴെ താത്വിക് വിവേചന എന്ന് എഴുതണം. എന്നിട്ട് പിന്നെ നമ്മൾ ഈ നാടകക്കാരനെ കുറിച്ച് ഒരു ബ്രൈഫായിട്ട് ഒരു നോട്ട് കൊടുക്കണം. ലക്ഷ്മി നാരായൺ ലാൽ ഒരു ബഹുമുഖി പ്രതിഭയായിരുന്നു. ഒരേ സമയം കഥാകൃത്ത്, നോവലിസ്റ്റ്, നാടകകൃത്ത്, നിരൂപകൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു. രത്നകമൽ 1962 പ്രസിദ്ധീകരിച്ച 3 ഭാഗങ്ങളുള്ള നാടകമാണ്. രത്നകമൽ നാടകത്തിൻ്റെ സമീക്ഷ നാടകത്തിലെ പ്രധാന ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അതിലെ ഘടകങ്ങളാണ് കഥാവസ്തു, പാത്ര ഔർ ചരിത്ര ചിത്രൻ, സംവാദ്, ഭാഷാശൈലി, ദേശകാൽ വാതാവരൺ, ഉദ്ദേശ്യ ആദി. അതിലെ ആദ്യത്തെ കഥാവസ്തു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ സമൂഹത്തിൽ വർദ്ധിച്ചു വന്ന കൈക്കൂലി, അഴിമതി, ചൂഷണം തുടങ്ങിയ തിന്മകളാണ് രത്നകമൽ നാടകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. രത്നകമൽ നാടകത്തിൻ്റെ കഥ ഇപ്രകാരമാണ്. മഹാവീർ ഒരു കോസ്മെറ്റിക് ഫാക്ടറി സ്ഥാപിക്കുന്നു. അയാൾ അമൃതയുടെയും കന്നയ്യയുടെയും അച്ഛനെ കൊലപ്പെടുത്തി അവരുടെ ഭൂമി തട്ടിയെടുക്കുന്നു. ആ ഭൂമിക്ക് പണം നൽകാൻ അയാൾ ആഗ്രഹിക്കുന്നു. പക്ഷേ അമൃത അത് നിരസിക്കുന്നു. എല്ലാ ചൊവ്വാഴ്ചയും അമൃത തൻ്റെ പിതാവിൻ്റെ ഭൂമിയിൽ വിളക്ക് കൊളുത്തുന്നു. മഹാവീർ ഇതിനെ എതിർത്തു. മഹാവീറിൻ്റെ സഹോദരൻ കമൽ 5 വർഷം വിദേശ പഠനത്തിന് ശേഷം തിരിച്ചെത്തി. വിദേശികൾ ഇന്ത്യക്കാരോട് കാണിക്കുന്ന അനാദരവ് ഒരു അപമാനമായി അവൻ കണ്ടു. സ്വതന്ത്രരായിട്ടും നമ്മൾ നിന്ദിക്കപ്പെടുന്നവരായിട്ട് അവന് തോന്നി. അതിനാൽ സാധാരണക്കാരുടെ പക്ഷം ചേർന്ന് അയാൾ അനീതിയെ എതിർക്കാൻ തുടങ്ങി. മഹാവീറിൻ്റെ മകൻ പപ്പു വെക്കേഷൻ ആഘോഷിക്കാൻ വീട്ടിലെത്തിയപ്പോൾ കമൽ അവനെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. ഇതിൽ മഹാവീറിന് ദേഷ്യം വരികയും കുട്ടിയെ തിരിച്ചയക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യും. എന്നാൽ കമൽ തന്നെ വീട്ടിൽ നിന്ന് പോകാൻ തീരുമാനിക്കുന്നു. തൻ്റെ വീട്ടിൽ വിപ്ലവത്തിൻ്റെയും അറിവിൻ്റെയും വിളക്ക് കൊളുത്തി അത് പ്രകാശിപ്പിക്കാനും ആ വെളിച്ചം വിതരണം ചെയ്യാനും പുറപ്പെട്ടു. 2. പാത്രചിത്രൻ. രത്നകമലിൽ ടോട്ടൽ 15 ക്യാരക്ടേഴ്സ് ഉണ്ട്. 13 പുരുഷ കഥാപാത്രങ്ങളും 2 സ്ത്രീ കഥാപാത്രങ്ങളും. അതിലെ ഒന്നാമത്തെ ക്യാരക്ടറാണ് മഹാവീർ. മഹാവീർ രത്നകമൽ നാടകത്തിലെ പ്രധാന കഥാപാത്രമാണ്. അയാൾ നഗരത്തിലെ പ്രമുഖ വ്യവസായിയായിരുന്നു. സ്വാർത്ഥ ലക്ഷ്യത്തിനായി രാഷ്ട്രീയത്തിന് സഹായം തേടുന്ന സമ്പന്ന വർഗത്തിൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹം. അയാൾ തൻ്റെ ബംഗ്ലാവ് നിർമ്മിക്കാനായി കന്നയ്യയുടെയും അമൃതയുടെയും പിതാവിനെ കൊല്ലുന്നു. അയാളെപ്പോലുള്ള ഉന്നത വർഗ്ഗക്കാർ അവിടെ എല്ലാ ജോലികളും ചെയ്യുന്നത് പ്രകടനത്തിനാണ്. അവരുടെ സ്വാർത്ഥത ദാനധർമ്മത്തിൽ പോലും മറഞ്ഞിരിക്കുന്നു. വലിയ ഫാക്ടറി തുറക്കുന്നതിലൂടെ ദരിദ്രരെ സേവിക്കുകയാണെന്ന് ഈ ആളുകൾ കരുതുന്നു. രണ്ടാമത്തെ ക്യാരക്ടറാണ് കമൽ. ഈ രത്നകമൽ നാടകത്തിലെ നായകനാണ്. കമൽ എന്ന കഥാപാത്രം ആദർശപരവും മാനവികവുമായ ഒരു സമീപനത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ജനങ്ങൾക്കിടയിൽ ഉണർവിൻ്റെ മന്ത്രം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. കമൽ മഹാവീറിൻ്റെ ഇളയ സഹോദരനാണ്. തൻ്റെ സഹോദരൻ ചെയ്യുന്ന എല്ലാ അനീതികളെയും അതിക്രമങ്ങളോടും തൻ്റെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. ചൂഷണത്തിനിരയാവുന്നവരും ചൂഷണപ്പെടുത്തുന്നവരും തമ്മിലുള്ള പോരാട്ടം അവസാനിപ്പിക്കുവാൻ കമൽ ആഗ്രഹിക്കുന്നു. സത്യത്തിൽ ഒരു ഇന്ത്യക്കാരനായതിൻ്റെ പേരിൽ അയാൾ വിദേശത്ത് അനുഭവിച്ച ചൂഷണവും അപമാനവും അയാളുടെ ബോധത്തിൽ നിറഞ്ഞിരുന്നു. തൻ്റെ സമകാലികരിലും വരും തലമുറകളിലും അപമാനത്തിൽ നിന്നും ചൂഷണത്തിൽ നിന്നും മോചനം നേടാനായി ഒരു ബോധം ഉണർത്തുവാൻ അയാൾ ആഗ്രഹിച്ചു. ഗ്രാമീണർക്കും തൊഴിലാളികൾക്കും അയാൾ നവോത്ഥാന സന്ദേശം നൽകി. കമലിൻ്റെ ഈ പോരാട്ടം മഹാവീറിനെതിരെയായിരുന്നു. കാരണം കമൽ ചൂഷണ വർഗ്ഗക്കാരോടൊപ്പമാണ്. കമലിൻ്റെ ഈ പ്രവർത്തികളെ മഹാവീർ എതിർത്തു. കമൽ തൻ്റെ നാടകം നിർത്താൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരു വശത്ത് ഇന്ദ്രജിത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ആരും വരുത്തില്ല. മറുവശത്ത് ചൂഷണം അനുഭവിക്കുന്ന ആളുകൾ കലാപം നടത്തും. ജനങ്ങളെയും തൊഴിലാളികളെയും ചൂഷണത്തെക്കുറിച്ചും സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചും ഒരു ഉണർവ് ഉണ്ടാക്കാനായി കമൽ ഗ്രാമീണ നാടകം കളിക്കുന്നു. തൻ്റെ അനന്തരവൻ പപ്പുവിനെയും സമൂഹത്തിലെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ബോധവാനാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. കാരണം ഭാവിയുടെ ഉത്തരവാദിത്തം ഭാവി തലമുറയ്ക്കാണ്. അതിനാൽ അവന് അഗസ്ത്യ എന്ന പേര് നൽകുന്നു. കമലിൻ്റെ ചിന്തകളും ആദർശങ്ങളും വിവേകപൂർണമായ വ്യക്തിത്വത്താലും സ്വാധീനിക്കപ്പെട്ട ബെല്ലു സിംഗ്, ഗുരുറാം പോലും അവനോടൊപ്പം ചേരുന്നു. ആദർശങ്ങളും വിശാലമായ വീക്ഷണകോണും അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ശ്രദ്ധേയമാക്കുന്നു. നാടകകൃത്ത് തൻ്റെ ഉദ്ദേശം, ചിന്തകൾ, പൊതുജനക്ഷേമം എന്നിവ നിറവേറ്റുന്നതിനായി കമലിനെ പോലുള്ള ഒരു ആദർശ കഥാപാത്രത്തെ ചിത്രീകരിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ക്യാരക്ടറാണ് അമൃത എന്ന് പറയുന്നത്. ഈ അമൃതയാണ് രത്നകമൽ നാടകത്തിലെ നായിക. താഴ്ന്ന ജാതിയിൽപ്പെട്ടവളാണ്. നൂറ്റാണ്ടുകളായി നിലനിൽപ്പ് സംരക്ഷിക്കാൻ പോരാടുന്ന സമൂഹത്തിൻ്റെ ആ വിഭാഗത്തെയാണ് അവർ പ്രതിനിധീകരിക്കുന്നത്. മഹാവീർ ദാസ് അമൃതയുടെ പിതാവിനെ കൊന്ന് അദ്ദേഹത്തിൻ്റെ ഭൂമി കൈവശപ്പെടുത്തി. തൻ്റെ പിതാവിൻ്റെ ത്യാഗത്തിൻ്റെ സ്മരണയ്ക്കായി അമൃത എല്ലാ ചൊവ്വാഴ്ചയും ആ ഭൂമിയിൽ വിളക്ക് കൊളുത്തുന്നു. തുല്യ മനോഭാവമുള്ള എല്ലാ മനുഷ്യരും ഒരേ ജാതിയിൽപ്പെട്ടവരാണെന്ന് വിശ്വസിക്കുന്ന ഒരു യഥാർത്ഥ സാമൂഹിക പരിഷ്കർത്താവാണ് അമൃത. അവൾ മുതിർന്നവരെ ബഹുമാനിക്കുന്നു. അടുത്ത ക്യാരക്ടറാണ് ഡോക്ടർ ദേശായി.
കമലിൻ്റെ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെടുകയും അവയെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഡോക്ടർ ദേശായി സത്യം മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ബോധമുള്ളവരുടെ പ്രതീകമാണ്. സത്യം, അസത്യം, യാഥാർത്ഥ്യം ശരിയായി പ്രകടിപ്പിക്കുന്ന കമലിൻ്റെ സ്വഭാവത്തെ അദ്ദേഹം പ്രശംസിക്കുന്നു. ഡോക്ടർ ലക്ഷ്മിനാരായൺ ലാൽ തൻ്റെ നാടകത്തിൻ്റെ കഥാപാത്രത്തെ സൃഷ്ടിയിൽ വിദഗ്ധനായിരുന്നു. കഥാപാത്രങ്ങളുടെ ബാഹ്യവും ആന്തരികവുമായ പ്രവണതകളെ അദ്ദേഹം മനോഹരമായി ചിത്രീകരിച്ചു. ഓരോ കഥാപാത്രവും അതിൻ്റെ ലക്ഷ്യം കൈവരിക്കുന്നു. 3. ഭാഷാശൈലി. നാടകത്തിൻ്റെ ഭാഷയിൽ ബുദ്ധിശക്തി, ലാളിത്യം, ഒഴുക്ക്, ധ്യാനം, സംഭാഷണ ഭാഷ എന്നിവയുടെ പൂർണ്ണമായ യോജിപ്പ് അത്യാവശ്യമാണ്. രത്നാമൽ നാടകത്തിൽ ഭാഷയുടെ പ്രതീകാത്മകത ദൃശ്യമാണ്. ഇതിൽ രംഗം, പരിസ്ഥിതി, അന്തരീക്ഷം എന്നിവ സൃഷ്ടിക്കുന്നതിന് പദാവലി ചിഹ്നങ്ങൾ, വാക്കുകൾ എന്നിവ അനുസരിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അവധി നാടോടി ഗാനങ്ങൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നാടകത്തിന് തുടക്കം ഉയർന്നു വരുന്ന നാടോടി ഗാനം സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ അവസ്ഥ വെളിപ്പെടുത്തുന്നു. കമലിൻ്റെ നാടകത്തിലെ വിഡ്ഢി സംസ്കൃത നാടകത്തിലെ തമാശക്കാരന് സമാനമാണ്. വിവിധ സ്ഥലങ്ങളിൽ നാടൻ പാട്ടുകളുടെ സാന്നിധ്യം കാരണം നാടകത്തിന് നാടൻ ശൈലിയും രൂപവും ലഭിക്കുന്നു. 4. സംവാദ്. രത്നകമലിലെ സംഭാഷണ ശൈലി വളരെ ഭാവപൂർണ്ണമാണ്. സംഭാഷണങ്ങളുടെ ഉപയോഗത്തിൽ നിരവധി ക്ലാസിക്കൽ, മതേതര ശൈലികൾക്ക് സ്ഥാനം നൽകിയിട്ടുണ്ട്. പ്രധാന കഥാപാത്രമായ ദേവതയുടെ സംഭാഷണത്തിൽ പ്രതീകാത്മകമായ ആവിഷ്കാരം കാണാം. അടിമത്തത്തിലുള്ള ഇന്ത്യയുടെയും സ്വാതന്ത്ര്യം ലഭിച്ച ഇന്ത്യയുടെയും ചിത്രം ഇത് അവതരിപ്പിക്കുന്നു. 5. ദേശ് കാൽ വാതാവരൺ. രത്നകമൽ നാടകം 1959 കാലഘട്ടത്തെ ചിത്രീകരിക്കുന്നു. ആധുനിക കാലഘട്ടത്തിലെ തിന്മകൾ എടുത്തു കാണിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഭയാനകമായ സാഹചര്യം വിവരിച്ചിട്ടുണ്ട്. കഷ്ടപ്പെടുന്നവരും ബുദ്ധിമുട്ടുന്നവരും ഉയർന്ന ജാതിക്കാരുടെ അതിക്രമങ്ങൾക്ക് ഇരയാകുന്നു. ഈ നാടകത്തിലെ കമലിൻ്റെ കടമയാണ് അവരെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുക എന്നത്. ലേഖകൻ ചൂഷിതരായ ആളുകളെ ഉണർത്താൻ ആഗ്രഹിക്കുന്നു. എഴുത്തുകാരൻ്റെ പ്രധാന ലക്ഷ്യം ഈ ചൂഷിതരായ ആളുകളെ സംഘടിപ്പിക്കുകയും ചൂഷണക്കാർക്കെതിരെ പോരാടാൻ അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുക എന്നായിരുന്നു.